aromamari.com-ല് നല്ലൊരു വരനെ കണ്ടു. നമുക്കൊന്ന് നോക്കിയാലോ? എന്തായാലും നമ്മൾ അറോമ മാറി തെരഞ്ഞെടുത്തത് ശരിയായ തീരുമാനമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മകന് പെണ്ണ് കിട്ടിയത്. aromamari.com വെബ്സൈറ്റ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിനി ജോർജ്. പഞ്ചാബിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസൻ കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാവുന്നതാണ്. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഫിന്നി ജോർജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തീയ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഇങ്ങനൊരു സമയം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകിയ ആ വലിയ സാവകാശ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതേ സമയം തന്നെ അരോമ ടിവിയെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ദൈവ വേലയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ, അതുപോലെ തന്നെ അനേകരുടെ ജീവിത സാക്ഷ്യങ്ങൾ അനേകർക്ക് പ്രയോജനമാക്കി തീർക്കുവാൻ ദൈവദാസനെ ദൈവം ശക്തമായി ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് അരോമ ടിവിയെ കുറിച്ച് കേൾക്കുന്നത് എൻ്റെ മിസ്സസിൽ നിന്നാണ്. അതിനുശേഷം പല അവരുടെയും സാക്ഷ്യങ്ങൾ അതിലൂടെ കേൾക്കുവാൻ അതെനിക്ക് ഒത്തിരി അനുഗ്രഹമാകുവാൻ ദൈവം സഹായിച്ചു. പലപ്പോഴും എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ പ്രസംഗങ്ങളെക്കാളും ശക്തമായത് സാക്ഷ്യങ്ങളാണ്. ആ സാക്ഷ്യങ്ങളിലൂടെ അനേക ദൈവവചനങ്ങളിലൂടെ അവരിലേക്ക് എത്തിക്കുമ്പോൾ അവർ പെട്ടെന്ന് അവർക്കത് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നു. ഇതേ സമയം തന്നെ എന്നെ ഈ അരോമ ടിവിക്ക് പരിചയപ്പെടുത്തിയ റവറൻഡ് ജോഷുവ ജോണിനായി സ്തോത്രം ചെയ്യുന്നു. ശക്തമായി ബാംഗ്ലൂരിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ദൈവത്തിന് വേണ്ടി വേല ചെയ്ത അഭിഷേക് ദാസിനെ ഓർക്കുന്നു. ആദ്യമായി എൻ്റെ കുടുംബ പശ്ചാത്തലം, അതല്ലെങ്കിൽ എൻ്റെ ബാല്യകാല ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് ഞാൻ ആയിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു വരാം. ഞാനൊരു പാസ്റ്ററുടെ മകനായിട്ട് ഒരു ചർച്ചിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എപ്പോഴും പാസ്റ്റേഴ്സിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി പ്രിവിലേജുകളുണ്ട്, അതുപോലെ തന്നെ പല ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ്. പക്ഷെ ദൈവം ഒരു പാസ്റ്റർ മകനായിട്ട് വളരുവാൻ, അതുപോലെ തന്നെ കുഞ്ഞുനാളിൽ തന്നെ ജീവിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാൻ, ആ രക്ഷകനെ സ്വന്തം രക്ഷിതാവായും കർത്താവുമായി സ്വീകരിക്കുവാൻ ദൈവം സഹായിക്കും. എൻ്റെ ബാല്യകാല അനുഭവങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു പാസ്റ്റർ മകനായി ജനിക്കുവാൻ, അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്ന മാതാപിതാക്കളുടെ മകനായി ജനിച്ച് വളരുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി. അതെന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ പദവികളിൽ ഒന്നായി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കുഞ്ഞുനാളിൽ തന്നെ ജീവിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാനും ഒക്കെ ദൈവം സഹായിച്ചു. പപ്പയും മമ്മിയും കുഞ്ഞുനാളിൽ തന്നെ എന്നെ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിച്ചു. പക്ഷെ ഒരു പാസ്റ്റർ മകനായി ജനിച്ചത് കൊണ്ട് മിനിസ്ട്രിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടും പണപരമായ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചത് കൊണ്ടും ഒക്കെ പൂർണ്ണ സമയ സുവിശേഷീകരണം എന്നെ സംബന്ധിച്ച് ഇച്ചിരി
ബുദ്ധിമുട്ട് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ജോലിയോട് ചേർന്ന് ദൈവവേല ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. അതിനുശേഷം ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ +2 കഴിഞ്ഞ്, അന്നത്തെ പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിലേക്ക് പഠനത്തിനായി പോകാൻ വേണ്ടി പ്രോസ്പെക്ടസ് ഫില്ല് ചെയ്തു. ഫോം ഫില്ല് ചെയ്തതിനു ശേഷം അവിടെ ചെന്ന് അന്ന് കോശിച്ചാന് ടി ജി കോശ് പാസ്റ്റർ അവിടെ ഇല്ലായിരുന്നു. ടി ജി കോശ് സാറിന്റെ സ്ഥാനത്ത് ആ സമയത്ത് ടി ജി സാറിന്റെ മോളായിരുന്നു അവിടെ. അവരോട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വിടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ, പക്ഷെ ആ സമയം എനിക്ക് അതല്ല, ഫുൾ ടൈം മിനിസ്ട്രി അല്ല, മിനിസ്ട്രിയോട് ചേർന്ന്, ജോലിയോട് ചേർന്ന് മിനിസ്ട്രി ചെയ്യുക എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ട് പെട്ടെന്ന് ആ പ്ലാൻ മാറ്റി ടെക്നിക്കലി പഠിക്കുവാൻ വേണ്ടി ഞാൻ പോയി. അതിനുശേഷം പഞ്ചാബിലേക്ക് പോയി. എങ്ങനെയും വിദേശ രാജ്യങ്ങളിൽ പോകണം, എന്തെങ്കിലും ജോലി അവിടെ സമ്പാദിക്കണം. അതുകൊണ്ട് പക്ഷെ നമ്മൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മാത്രമല്ലല്ലോ, എക്സ്പീരിയൻസ് കൂടെ വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പഞ്ചാബിലേക്ക് വരുന്നത്. പക്ഷെ പഞ്ചാബില് ആയിരുന്നു അന്നും ഞാൻ അവിടെ നിന്നിട്ടുള്ള പാസ്റ്റർ കൂടെ പലയിടങ്ങളിൽ പ്രാക്ടീസ് വിഷയങ്ങളൊക്കെ പോകാറുണ്ട്. അതുപോലെ ചർച്ചില് റെഗുലർ പോകാറുണ്ട്. നല്ലൊരു വിശ്വാസിയായിട്ട് പാസ്റ്ററോട് ചേർന്ന് നിന്നു. പക്ഷെ അതിനുശേഷം ചുരുക്കി പറഞ്ഞാൽ ദൈവവേലയുടെ വിളി, അല്ലെ ദൈവത്തിന്റെ ദൈവവേലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം ആ സമയങ്ങളിൽ എനിക്ക് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. അതിന് കാരണം ഞാൻ ജോലി വിട്ടതിന് ശേഷം ബൈബിൾ കോളേജിലേക്ക് പോകാം, പഠിക്കാമെന്നൊക്കെ ചിന്തിച്ചപ്പോൾ, പക്ഷെ ഞാൻ മാതാപിതാക്കളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ വലിയ പ്രതീക്ഷയോടെ, ആദ്യത്തെ മകനാണ്, നേരത്തെ മിനിസ്ട്രിക്ക് വേണ്ടി അവർ പ്രതീക്ഷിച്ചു, അതിനുള്ള എല്ലാ വഴികളും ഒരുക്കി തന്നു. പക്ഷെ പിന്നെ ഞാൻ അതിൽ നിന്ന് മാറിയതിനു ശേഷം ഞാൻ പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോകുമെന്നുള്ള ചിന്തയിൽ അതിന്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ആ ചിന്ത ഉള്ളത് കൊണ്ടാണോ ആണെന്ന് തോന്നുന്നു. എന്തായാലും എന്നോട് പറഞ്ഞു, ഇപ്പൊ എന്തായാലും ജോലി ചെയ്ത് വരികയല്ലേ, ഇപ്പൊ ജോലിക്ക് പോവുക, ഇപ്പൊ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇപ്പൊ ഇറങ്ങണ്ട. പക്ഷെ എനിക്ക് ദൈവത്തിന്റെ വിളിയെ കൺഫേം ആയത് കൊണ്ട്, അല്ല, ഞാൻ എന്തു വന്നാലും ദൈവം വേലയ്ക്ക് വേണ്ടി പോകും എന്നുള്ള ആ പ്രാർത്ഥനയോടെ ഞാൻ മുൻപോട്ട് പോയി. അങ്ങനെ ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ വാങ്ങി. പക്ഷെ അഡ്മിഷൻ വാങ്ങിയപ്പോഴുള്ള ചലഞ്ച് ഇതാണ്. പപ്പയോട് ഞാൻ ചോദിച്ചപ്പോൾ പപ്പ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, ഒന്നുകിൽ നീ ജോലി കണ്ടിന്യൂ ചെയ്യുക, അതല്ല എങ്കിൽ നീ കേരളത്തിലേക്ക് തിരിച്ചു വരിക, കേരളത്തിലെ ഏതെങ്കിലും ബൈബിൾ കോളേജുകളിൽ നിനക്ക് പഠിക്കാം, ഇവിടെ മിനിസ്റ്റർ ചെയ്യാം. പക്ഷെ ഞാൻ ചിന്തിച്ചത്, ഞാൻ വേല ചെയ്യുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യും. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യണമെങ്കിൽ ഇച്ചൂടെ സഹായകരം എനിക്ക് നോർത്ത് ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നതാണ്. പക്ഷെ പപ്പ എന്നാലും ഒരു കാര്യം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിന്റെ കാര്യം നിനക്ക് നോക്കാം എന്നുണ്ടെങ്കിൽ നീ നോർത്ത് ഇന്ത്യയിൽ ബൈബിൾ കോളേജിൽ പഠിക്കുക. ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ആ സമയം ഒറ്റ കാര്യം പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് മിനിസ്ട്രിക്കായി പോകുന്നു, ബൈബിൾ കോളേജിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പോകുന്നത്. ഗ്രേസ് ബൈബിൾ കോളേജിൽ പോകുമ്പോഴും എനിക്ക് ഫീസ്, പിന്നെ സ്കോളർഷിപ്പ് ഫുൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷെ എനിക്ക് ഹാഫ് പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ സമയം ചണ്ഡീഗഡിലുള്ള ഒരു പാസ്റ്ററാണ് എന്നെ സഹായിച്ചു കൊണ്ടിരുന്നത്. ആ പാസ്റ്ററോട് ഞാൻ പറഞ്ഞു. പക്ഷേ ഫീസിന്റെ കാര്യങ്ങൾ പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ചെയ്തു തരാമെന്ന് പറഞ്ഞതിന് ശേഷം പക്ഷെ ബാക്കിയുള്ള ചെലവുകൾ എങ്ങനെ നടക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലുണ്ട്. പക്ഷെ അത്ഭുതമെന്ന് പറയട്ടെ, ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ദൈവിക കരുതലുകളെ അവിടെ കാണുവാൻ, വിശ്വാസത്തിൽ വളരുവാൻ, പ്രാർത്ഥനയിൽ വളരുവാനൊക്കെ ഗ്രേസ് ബൈബിൾ കോളേജിലെ പഠനം എന്നെ സഹായിച്ചു. പ്രത്യേകിച്ച് ഞാൻ അതിലെ ഒരു
അനുഭവം കൂടെ പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഒരു ദിവസം ഒരു പൈസ പോലും കയ്യിലില്ല, ഒത്തിരി പണപരമായി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മണി ഓർഡർ വന്നു. മണി ഓർഡർ വന്നതിന്റെ ആ മണി ഓർഡറിൽ ഏതാണ്ട് 1500 രൂപ, 1000 ആണോ 1500 ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അത്തരം രൂപ മണി ഓർഡർ വന്നു. പക്ഷെ അതില് ഫ്രം എഴുതിയിട്ടില്ല. അന്നത്തെ ഞങ്ങളുടെ അവിടുത്തെ പോസ്റ്റ്മാൻ നമുക്ക് കിട്ടേണ്ട പൈസ എന്ന് നമ്മുടെ കയ്യിൽ വരണം, അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് തരൂ, പലതും പൈസ തരാറില്ല ഒക്കെ ഉള്ള ഒരു പോസ്റ്റ്മാനാണ്. പക്ഷേ അതെനിക്ക് കിട്ടി. അതിന്റെ ഫ്രമിന്റെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, അത് എനിക്ക് പോസ്റ്റ് ഓഫീസിന്റെ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതായിട്ട് ഇങ്ങനെ ഫ്രം ഇല്ലാതെ അയക്കുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ചുമന്ന മഷിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്നും എനിക്ക് അറിഞ്ഞൂടെ ആര് അത് അയച്ചു, പക്ഷെ അന്ന് എനിക്ക് അത് വലിയൊരു സഹായമായിരുന്നു. അങ്ങനെ അത്ഭുതങ്ങളിലൂടെ ദൈവത്തിന്റെ വലിയ പ്രൊവിഷനിലൂടെ എനിക്ക് അത് പഠിച്ച് പാസ്സാകൂ. അവിടെ പഠിച്ചതിന് ശേഷം ഞാൻ പഞ്ചാബിലേക്ക് വന്നു. അന്നേരം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് പാസ്റ്റർ മാത്യു ചാക്കോ ആയിരുന്നു. ദൈവത്തിന് വേണ്ടി ശക്തമായി നോർത്ത് ഇന്ത്യയിൽ ഉപയോഗപ്പെടുന്ന ഒരു അഭിഷേകദാസനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ബിനു പാസ്റ്റർ എന്ന് പറഞ്ഞ പാസ്റ്ററുടെ കൂടെ കുറച്ച് നാൾ നിൽക്കുക, അവിടെ ഞങ്ങൾക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം പോലെ വചനം പഠിപ്പിക്കാനും മിനിസ്ട്രി എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സമയമായിരുന്നു. അതിനുശേഷം പാസ്റ്റർ ജോസഫ് രാജൻ, ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അന്നത്തെ പ്രസ്ബിറ്റർ ആയിരുന്നു, അദ്ദേഹം പാസ്റ്റർ മാത്യു ചാക്കോ എല്ലാം കൂടെ എന്നെ പഞ്ചാബിൽ മുക്സർ എന്ന സ്ഥലത്ത് എന്നെ അയക്കുവാൻ ചിന്തിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, മുക്സർ എന്ന സ്ഥലത്തേക്ക് പോവുക. കാരണം അന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിന് മുക്സറിൽ ചർച്ചുകളില്ല. അതേസമയം തന്നെ സിഖുകാരുടെ ഏറ്റവും വലിയൊരു സ്ഥലമാണ്, തീർത്ഥാടന സ്ഥലമാണ് ഈ മുക്സർ. ഏതാണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസ്, ബുദ്ധിസ്റ്റ്, ജൈനിസ്റ്റ് എല്ലാം കൂടെ 1% മാത്രമുള്ള ഒരു സ്ഥലമാണ് ഈ മുക്സർ. അതേസമയം തന്നെ സിഖുകാരുടെ ഏറ്റവും വലിയ ഗുരുദ്വാരകളുടെ 2ാമത്തെ ഗുരുദ്വാര സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഒത്തിരി ടഫായ ഏരിയ, അത്ര പുരോഗമനങ്ങൾ വന്നിട്ടുള്ള സ്ഥലമല്ല. മുക്സർ ഡിസ്ട്രിക്റ്റ് ആണ്, പക്ഷെ എന്നാലും ഈ ബോർഡറിനോട് ചേർന്ന് പാകിസ്ഥാൻ, രാജസ്ഥാൻ, ഹരിയാന ഈ ബോർഡറിനോടൊക്കെ ഇത്തിരി അടുത്ത സ്ഥലമായതുകൊണ്ട് വലിയ പുരോഗമനങ്ങളും ആ സമയങ്ങൾ വന്നിട്ടില്ല. എന്നോട് പറഞ്ഞു അവിടെ പോകണമെന്ന്. എനിക്ക് ഈ മഹാരാഷ്ട്രയിലുള്ള ഒരു സഹോദരനെ കൂടാണ് വിട്ടത്. പക്ഷെ മഹാരാഷ്ട്രയിലുള്ള സഹോദരന് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി. ദൈവം എന്നെ ഇവിടെ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അതിന് ശേഷമുള്ള സംഭവങ്ങൾ അത് എനിക്ക് തെളിവായുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന ആ സമയത്ത് ഭാഷ എനിക്ക് നല്ലതായിട്ട് ഹിന്ദി അറിഞ്ഞുകൂടാ. ഇവിടെ കൂടുതലും പഞ്ചാബിയാണ്. ഇവിടെ വന്ന് ഒരു വീട് വാടകയ്ക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് തന്നെ ഞാനൊരു റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ ലോഡ്ജ് പോലുള്ള ഒരു മുറിയെടുത്ത് അവിടെ താമസിച്ചുകൊണ്ടാണ് ഇവിടുത്തെ മിനിസ്ട്രിയുടെ തുടക്കം. ആകപ്പാടെ 2500 രൂപ കിട്ടും. 2500 രൂപ നമ്മളിൽ ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഹെൽപ്പ് കൊണ്ട് കറക്റ്റായിട്ട് വാടകയും ഭക്ഷണവും പോലും നടക്കുന്നില്ല. പലപ്പോഴും 3 നേരത്തെ ആഹാരം എന്നുള്ളത് സ്വപ്നങ്ങൾ മാത്രമായി ചിന്തിക്കുന്ന ഒരു സമയം. ഒരു നല്ല ചൂട്, ഏതാണ്ട് ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ 46 ഡിഗ്രി വരെ ചൂട് വരും. ആ ചൂടിലും അന്ന് എനിക്ക് തോന്നുന്നു 10 രൂപയായിരുന്നു ഒരു ബോട്ടിൽ വെള്ളം. ഇവിടുത്തെ കൂടുതൽ ഏരിയയിലെയും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളം, ചെറിയ ഉപ്പും കട്ടിയുള്ള വെള്ളം ആയതുകൊണ്ട്
നമുക്ക് അത് കുടിക്കാൻ പറ്റില്ല. നല്ല വെള്ളം എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു കുപ്പി വെള്ളം വാങ്ങിക്കും. അത് രാത്രി വരെ അത് ഉപയോഗിക്കും. സുവിശേഷം പറയുവാനായിട്ട് എവിടെ പോകണം, എങ്ങനെ പോകണം എന്ന് അറിഞ്ഞുകൂടാ. ആ സമയത്ത് ഒരു പാർക്കിൽ പോയിരിക്കും. അവിടെ വരുന്നവരെ പരിചയപ്പെടുകയും അവരോട് സുവിശേഷം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു സർദാർ അങ്കിൾ എനിക്ക് വന്ന് ഞങ്ങൾ സംസാരിച്ചു. ദൈവം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തോന്നിച്ചു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞില്ല എനിക്ക് ഇവിടെ താമസിക്കാൻ വീടില്ല, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞില്ല. ഇത്രയും ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്, സുവിശേഷം അറിയിക്കുകയാണ്, ഇതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പോകാൻ നേരം അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ഞാൻ അന്നേരമാണ് പറയുന്നത് ഇങ്ങനെ ലോഡ്ജ് എടുത്ത് താമസിക്കുക. അന്നേരം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വാ. എന്നെക്കുറിച്ച് കൂടുതലൊന്നും അദ്ദേഹം ചോദിച്ചുമില്ല, സംസാരിച്ചുമില്ല. പക്ഷെ നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആളുകളെയൊക്കെ സ്വീകരിക്കുന്ന അതേപോലെ തന്നെ നല്ല രീതിയിൽ എന്നെ സ്വീകരിച്ചു. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഇവിടെ എൻ്റെ വീടിന് മുകളിൽ 2 റൂം സെറ്റ്, 2 മുറിയും ഒരു അടുക്കളയും ഉണ്ട്, നിനക്ക് ഇവിടെ വന്ന് താമസിക്കാം. പക്ഷേ താമസിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിച്ചു, വാടക എത്ര? വാടക എത്ര എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അഫോർഡ് ചെയ്യുന്നതിലും കൂടുതലാണ് വാടക. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് 1 മുറി മതി, 2 മുറി വേണ്ട. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ 1 മുറി നിനക്ക് തന്ന് വേറൊരു മുറി ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ മുറി എനിക്ക് പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. 1 മുറിയും അടുക്കളയും ബാത്റൂമും എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 മുറി എനിക്ക് ഫ്രീ ആയിട്ട് കിടക്കും. പക്ഷെ അദ്ദേഹം എനിക്ക് ആ 1 മുറിയും അതിൻ്റെ എല്ലാം കൂടെ എനിക്ക് തന്നു. അവിടെ എനിക്ക് 1 വർഷം മിനിസ്റ്റർ ചെയ്യാൻ പറ്റി. ആ സമയത്താണ് എൻ്റെ കല്യാണം നടന്നത്. എൻ്റെ ഭാര്യയുടെ പേര് ഷമാഫിന്നെയാണ്. അവളും കേരളത്തില് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ പഠിച്ച് ദൈവത്തിന് വേണ്ടി ശക്തമായി ഇന്ന് ഉപയോഗപ്പെടുന്നതും, അതുപോലെ തന്നെ പഞ്ചാബ് ജമ്മു കാശ്മീർ സെൻട്രൽ WMCയുടെ പ്രസിഡന്റായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ദേവദാസിയാണ്. എനിക്ക് ആ സമയം ഞാൻ മിനിസ്റ്റർ ഒരു വിശ്വാസികൾ പോലും ഇല്ല, പക്ഷെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ എൻ്റെ ചിന്തയിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, പാസ്റ്ററുടെ കുടുംബത്തിൽ ജനിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് ഏതാണ്ടൊക്കെ ചെയ്യാമെന്നുള്ളൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2 വർഷം അടുത്തു. ഒരു ആൾ പോലും, ഒരു വിശ്വാസി പോലും എനിക്കില്ല. സഭ വളരുന്നില്ല. ഈ സമയത്ത് സത്യത്തിൽ ദൈവം എന്നെ വിളിച്ചതാണോ, മുൻപോട്ട് ഇനി എങ്ങനെ പോകും എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒത്തിരി പേരെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യ്, ചർച്ച് സ്ഥലം ഒന്ന് മാറി നല്ല ഏതെങ്കിലും ഒരു സിറ്റിയിലേക്ക് മാറുക. പക്ഷെ ആ സമയം ഞങ്ങളുടെ അന്നത്തെ പ്രസ്ബിറ്റർ ആയിരുന്ന റവറൻഡ് ജോസഫ് രാജൻ എന്നോട് പറഞ്ഞത്, ദൈവം നമ്മളെ ഒരു ദർശനം തന്നൊരിടത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അതിനെക്കുറിച്ച് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. അതല്ല ആ സ്ഥലം വിട്ട് നമ്മൾ പോകുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മളുടെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന് പകരം പിശാചിന്റെ ഉദ്ദേശമാണ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്നത്. വെയിറ്റ് ചെയ്യും. അതൊരു പ്രവചന ദൂതായി ഞാൻ ഏറ്റെടുത്തു. അതിനുശേഷം ഞാൻ ആ മിനിസ്ട്രിക്ക് ദൈവ പാദപീഠത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ സമർപ്പിച്ചു. എൻ്റെ അറിവും എല്ലാം മാറ്റിവെച്ച് ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന, രാത്രിയിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. 2ാമത്തെ ആഴ്ച ഒരു ആന്റിയെ കണ്ടു. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ മകൻ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വലിയ പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. ആ പ്രശ്നങ്ങളിലെല്ലാം ദൈവം അവരെ വിടുവിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഒരു
വിശ്വാസിയെ ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം രണ്ടാമത് ഞങ്ങൾക്കൊരു വിശ്വാസിയെ കിട്ടി. അതൊരു കൊച്ചു 10-16 വയസ്സുള്ള ഒരു പയ്യനാണ്. അവന് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ മന്ത്രവാദിയുടെ കൊച്ചുമകനായിരുന്നു. ആ മന്ത്രവാദിക്ക് ആ 4 ആൺമക്കളും 5 പെൺമക്കളും ഒക്കെ ഉള്ള ഒരു വലിയൊരു കുടുംബത്തിലെ ഒരു ആൺമകന്റെ ഒരു മകന്റെ മകനാണ് ഈ പയ്യൻ. അവന്റെ പേര് കൻവൽ കുമാർ എന്നാണ്. ഞങ്ങള് അവനോട് സുവിശേഷം പറഞ്ഞു. അവനും കടന്നു വന്നു. അങ്ങനെ ഞങ്ങളുടെ സഭ വളരുവാനായി തുടങ്ങി. ചുരുക്കി പറയട്ടെ, ദൈവം ഓരോ ദിവസവും ഞങ്ങളുടെ സഭയെ വളർത്തി അത്ഭുതകരമായി. ഇന്ന് ഞങ്ങൾക്ക് ഏകദേശം 250-ലധികം വിശ്വാസികളും ഏതാണ്ട് 13ഓളം മിഷണറിമാരും 6 ബ്രാഞ്ച് ചർച്ചസും ഉള്ള ഒരു ചർച്ചായിട്ട് ഞങ്ങളുടെ സഭയെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ തുടക്കത്തിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു കാര്യമാണ് ചർച്ചിന്റെ പേര് ഹോറേബ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച് എന്നിടുക. അന്നേരം ഹോറേബ് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത്, ഹോറേബിലേക്ക് ഒരു ആട്ടിടയനായ മോശ കടന്നു വരികയും പക്ഷെ അവിടെ നിന്ന് വലിയൊരു ദൈവിക ശബ്ദം കേട്ട് അദ്ദേഹം മിസ്രൈമികൾക്ക് അടിമകളായ ഒരു കൂട്ടം ഇസ്രയേൽ ജനതയെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി ദൈവം അയച്ചുവെങ്കിൽ എന്റെ സഭയിൽ കടന്നു വരുന്ന ഓരോ വിശ്വാസികളും തദ്ദേശീയരായവർ ദൈവവേല ചെയ്യുന്നവരായി പാപത്തിന്റെ അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെ ആ ക്രിസ്തുവിനോടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നവരാക്കി തീർക്കണം എന്നുള്ള വലിയ ആ ഉദ്ദേശമായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ദൈവം അത് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാവരും ദൈവത്താൽ ഉപയോഗപ്പെടുന്നവരും ശക്തമായി ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ആകുന്നു എന്നുള്ളതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സഭ ഇവിടെയൊക്കെ വളർന്നു എന്ന് പറയുമ്പോഴും ഒത്തിരി ചലഞ്ചസിലൂടെ ആണ് കടന്നുപോയത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആദ്യത്തെ ക്ഷമയുടെ ഡെലിവറി, ആ സമയത്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമോ എന്ന് പോലും സംശയിക്കുമാറ് ഒത്തിരി പ്രയാസങ്ങൾ അന്ന് ഞങ്ങളെ അനുഭവിച്ചു. പക്ഷെ ദൈവം ഞങ്ങൾക്ക് നല്ല 2 ആൺമക്കളെ ദൈവം നൽകി. അതിനുശേഷം അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും കാണുവാനും ഇന്നും ജീവിക്കുന്ന ദൈവത്തെ ഓരോ ദിവസവും മനസ്സിലാക്കുവാനും ദൈവം സഹായിച്ചു. ഒരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു അത്ഭുതത്തെ ഒന്ന് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. ഞങ്ങള് ആദ്യത്തെ പുതിയ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വാടകയ്ക്ക് വേണ്ടി വന്നുവെങ്കിലും ആ സമയത്ത് ഞങ്ങളുടെ സർദാർ, അന്നത്തെ അങ്കിള് ഞങ്ങളോട് 3000 രൂപ വാടക കൊടുക്കണം. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കാനുള്ള പൈസ ഇല്ല. ഓരോ മാസവും ദൈവം അത്ഭുതമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു. രണ്ടാമത്തെ മാസം അവിടെ താമസിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മാസം നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ മാസവും 6-ാം തീയതി അദ്ദേഹം വരും. 6-ാം തീയതി കൊടുക്കുവാൻ പൈസ ഇല്ല. പൈസ ഇല്ലാതെ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പ്രാവശ്യം ഞങ്ങളുടെ പൈസ ഇല്ല. അദ്ദേഹം മടങ്ങിപ്പോയി. അതിനുശേഷം വീണ്ടും ഒരു തീയതി പറഞ്ഞു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അന്നും പൈസ ഇല്ല. അന്നേരം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയെങ്കിൽ വീട് മാറണം, ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല. അതിനുശേഷം ഞാൻ ഒരു തീയതി കൂടെ പറഞ്ഞു. ആ തീയതിയിൽ പൈസ കൊടുത്തു. എങ്കിലും ഞങ്ങളെ ഒരു പാവപ്പെട്ടവരായിട്ട്, ഒരു കോടീശ്വരനായ ഒരാളുടെ വീടായിരുന്നു, പാവപ്പെട്ടവരായിട്ട് അത്ര റെസ്പെക്ട് ഒന്നും ചെയ്യേണ്ടവരല്ല എന്നുള്ള ഒരു രീതിയിൽ അവരിങ്ങനെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനെ കണ്ട് നമസ്തേങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം ഭയങ്കര റെസ്പെക്റ്റോടെ
ഏതോ ഒരു വലിയ ഒരു ആളെ എന്ന് പറഞ്ഞാൽ അവരെക്കാളിലും ഒക്കെ ഒത്തിരി വലിയൊരാളെ കണ്ട പോലെയുള്ള രീതിയിൽ എന്നെ ട്രീറ്റ് ചെയ്യുന്നു. എന്നാലും ഞാനിങ്ങനെ അദ്ദേഹത്തിന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു 3 മരങ്ങൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. ആ 3 മരങ്ങളില് ഒരു മരം ഏതാണ്ട് 2 വർഷമായത്, ഒരു മരം 3 വർഷമായത്, ഒരു മരം 5 വർഷമായത്. ഈ 5 വർഷമായ മരം പൂത്തു. അന്നേരം 3 വർഷമായ മരം ഇതുവരെ പൂത്തിട്ടില്ല. 5-ാമത്തെ വർഷമാണ് മറ്റേ മരം പൂത്തത്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്ന് അദ്ദേഹം ചെന്ന് നോക്കുമ്പോഴേ 2 വർഷമായ മരം പൂത്തു നിൽക്കുന്നു. അന്നേരം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, നിങ്ങൾ ഇവിടെ ആരാധിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് പോലും വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് ഇത് 2 വർഷമായ മരം പൂത്തത്. ചുരുക്കി പറയട്ടെ, 13 വർഷത്തോളം അവരുടെ വീട്ടില്, അവരുടെ വാടക വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കുവാൻ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് 2 മുറിയും ഒരു കിച്ചണുമാണ് അവർ ആദ്യം തന്നത്. അവസാനം ഞങ്ങൾ വരുമ്പോഴത്തേനും 6 മുറിയും കിച്ചണും ആ മൊത്ത ക്യാമ്പസും ഞങ്ങൾക്ക് ഉപയോഗിക്കാനായി തന്നു. അവരുടെ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങളെ എല്ലാവരെയും, 76 വയസ്സുള്ള ഒരു അങ്കിളായിരുന്നു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രിയപ്പെട്ടവനായി. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ ഇന്നും ഞങ്ങൾക്ക് മറക്കാനാകാത്ത ഓർമ്മകളാണ് അദ്ദേഹത്തെ കുറിച്ച്. അങ്ങനെ ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഞങ്ങളുടെ ചർച്ചിന്റെ ബിൽഡിങ്ങിന്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ തൊട്ട് അപ്പുറത്തുള്ള വീടിനോട് ചേർന്നാണ് ഞങ്ങള് വാനം തോണ്ടിയത്. ആ ദിവസം തന്നെ ഭയങ്കര മഴ. കോൺട്രാക്ടർ ഞങ്ങളുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യങ്ങൾ നോക്കുന്ന സഹോദരനെ വിളിച്ചു പറഞ്ഞു, മഴ ഭയങ്കരമാണ്, ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ വാനത്തിൽ വെള്ളം നിറയും, വെള്ളം നിറഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ ഭിത്തി ഇടിയാൻ സാധ്യതയുണ്ട്, അത് വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ പാസ്റ്ററോട് പ്രാർത്ഥിച്ച് മഴയെ നിർത്താൻ. അന്നേരം അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഇപ്പോൾ ഞാനും ഞങ്ങളുടെ കുടുംബവും ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുകയാണ്. പാസ്റ്ററും പ്രാർത്ഥിക്കുക, നമുക്ക് ആ മഴ എത്രയും പെട്ടെന്ന് നിൽക്കണം. ആ സമയം തന്നെ ഭയങ്കര മഴ, ഇപ്പോഴെങ്ങും തോരത്തില്ല എന്നുള്ള രീതിയിലുള്ള മഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഇരുന്നു. ദൈവം അത്ഭുതമായിട്ട് ആ മഴയെ നിർത്തി. അത് ഞങ്ങളുടെ ആ കോൺട്രാക്ടർക്ക് വലിയ അത്ഭുതമായിട്ട് തീരാൻ കാരണമായി. നമ്മൾ ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്നുള്ളത് അനേകർക്ക് അതൊരു അടയാളമായി ദൈവം ചെയ്തു. അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ ദൈവം സഭയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ആദ്യത്തെ മിഷണറി ഞങ്ങൾ വരുന്നതും, ഞാൻ മുമ്പേ പറഞ്ഞ ഒരു മന്ത്രവാദിയുടെ കൊച്ചുമോനായിരുന്നു. 10ാം ക്ലാസ് പഠിച്ച് പഠിത്തമെല്ലാം നിർത്തി അങ്ങനെയാണ് സഭയിലേക്ക് കടന്നു വരുന്നത്. ആ സമയം അവനൊരു കടയിൽ സഹായികയായിട്ട് നിൽക്കുന്നു. പക്ഷെ ദൈവം, ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം അവനോട് പറഞ്ഞു, മോനെ നീ മുൻപോട്ട് പഠിക്കണം. അവരുടെ ജാതിയിൽപ്പെട്ടവരങ്ങനെ കൂടുതൽ പഠിക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക, അവർ അതേ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ദൈവം, ഞാൻ പറഞ്ഞതിന് ശേഷം അവൻ +2 പഠിക്കാനായിട്ട് തുടങ്ങി. അവരുടെ മാതാവിൻ്റെ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിനക്ക് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, ഇനിയും ഈ +2 പഠിച്ചതിന് ശേഷം ഇനിയും പഠിക്കണമെന്ന് നീ പറയരുത്. പക്ഷെ ചുരുക്കി പറയട്ടെ, അവൻ +2 പാസ്സായി. അതിനുശേഷം ഞങ്ങൾ ബൈബിൾ കോളേജിലേക്ക് വിട്ടു. MD അതിനു മുമ്പ് തന്നെ അവന് BA പഠിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് MA MD കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് ചർച്ചിന്റെ പാസ്റ്ററായിട്ട് ഇന്ന് അവൻ മിനിസ്റ്റർ ചെയ്തു. ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും, ഞങ്ങളുടെ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെയും ദൈവം എഡ്യൂക്കേഷണലി ഒത്തിരി ദൈവം അനുഗ്രഹിച്ചു. എൻ്റെ എപ്പോഴും ഉള്ള ഒരു ചിന്ത, ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത ഇതാണ്,
നമ്മളുടെ ഓരോ സഭയിലെയും വിശ്വാസികൾ, നമ്മൾ ആത്മീയമായി മാത്രമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ അവരെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ഇതില് മറ്റൊരു കുടുംബം, ഏതാണ്ട് ഒരു ബീഹാരി കുടുംബമാണ്. അവരുടെ കുടുംബത്തില് എല്ലാവരും ഉന്തുവണ്ടി തള്ളുന്നവരും ചായ പിന്നെ കട നടത്തുന്നവരും ഒക്കെയാണ്. പക്ഷെ അവിടുത്തെ സഹോദരി പൈശാചികമായി പ്രശ്നങ്ങളാൽ ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വന്നു. 4 കുഞ്ഞുങ്ങൾ, അവർ നല്ലതായി പഠിക്കുന്നില്ല, എപ്പോഴും അസുഖം, ഭർത്താവിന് ജോലിയില്ല. പക്ഷെ ഇന്ന് അവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ദൈവം അവരെ പൂർണ്ണമായും സൗഖ്യമാക്കി, ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് ഏതാണ്ട് പണപരമായി അവരെ ദൈവം മാനിച്ചു. ഇന്ന് അവരുടെ മൂത്ത മകൻ, അവരുടെ കുടുംബത്തിൽ ആരും 10ാം ക്ലാസ് പോലും പാസ്സായ ഒരാൾ പോലും ഇല്ലാത്തടത്ത് മൂത്ത മകൻ ഇന്ന് MBA കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ BTech എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. മൂന്നാമത്തെ മകൾ BSc നഴ്സിംഗ് കഴിഞ്ഞു. 4ാമത്തെ മകള് ഇപ്പോഴ് MA കഴിഞ്ഞതിന് ശേഷം PhDക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്യുന്ന വലിയൊരു ദൈവത്തെ ഓരോ ദിവസവും അനുഭവിക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഞാൻ യൂത്ത് മിനിസ്ട്രിയിലേക്ക്, ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ തിസിസ് മിനിസ്ട്രി അമംഗ് ദ അഡൽസൻസ് എന്നുള്ള സബ്ജക്റ്റിലായിരുന്നു. ആ സമയം എനിക്ക് ഒരു പ്രത്യേക മറ്റുള്ളവർ എഴുതാത്തൊരു സബ്ജക്റ്റ് എഴുതണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ എഴുതിയത്. പക്ഷേ ദൈവം എന്നെ മുന്നമേ യൗവനക്കാരുടെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യുവാൻ ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ഒരു കാര്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. ഇതിനുശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക്, പിന്നെ പഞ്ചാബില് മിനിസ്ട്രിക്ക് വേണ്ടി വന്നു. ഇവിടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അന്നത്തെ ഡിവിഷൻ ആയിരുന്നു. എന്നാൽ സെക്ഷനെ 3 ഡിവിഷനായിട്ട് മാറ്റി. അതിലെ ഒരു ഡിവിഷന്റെ, ബട്ടിൻഡ ഡിവിഷന്റെ കോർഡിനേറ്റർ ആയിട്ട്, യൂത്ത് കോർഡിനേറ്റർ ആയിട്ട് ദൈവം എന്നെ ആക്കി. അതിനുശേഷം ഞങ്ങൾ പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡ് ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറ്റിയപ്പോൾ എന്നെ ട്രഷററായിട്ടും ആക്കി. അതിനുശേഷം സെക്രട്ടറി ആയി. പക്ഷെ സെക്രട്ടറി ആയതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഞാൻ പ്രസ്ബിറ്ററായിട്ട് മാറുമ്പോൾ സെക്ഷനിൽ എന്നെ യൂത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറ്റിയത് മറ്റുള്ള ചില കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് യൗവനക്കാരുടെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യണം. പക്ഷേ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുള്ള സംഘടനയില് ഇനിയും പ്രായം കൂടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇനിയും മിനിസ്റ്റർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഇതിലൊക്കെ, പക്ഷെ ഒരു ഹൃദയത്തിലൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ആഗ്രഹം എൻ്റെ ഒരു പാഷനായിട്ട് എന്നും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് പ്രിയ റോയി പാസ്റ്റർ, ബാംഗ്ലൂരുള്ള ലൈഫ് ലൈറ്റ് മിനിസ്ട്രിയുടെ ഡയറക്ടർ ഞങ്ങളുടെ വീട്ടിൽ അവിചാരിതമായിട്ട് മറ്റെവിടെയോ പോകേണ്ടതിനായിട്ട് വന്നപ്പോൾ അവിടുത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് ഞങ്ങളിലേക്ക് വരികയായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് പഞ്ചാബ്, ഞങ്ങളുടെ ലൈഫ് ലൈറ്റിന്റെ പഞ്ചാബിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുമോ? അന്നേരം എനിക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു, ഓക്കെ, ചെയ്യാം. അതിനുശേഷം എന്നെ അദ്ദേഹം നല്ല രീതിയിൽ അവിടുത്തെ പ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പ്രസിഡന്റായിട്ട് എന്നെ ആക്കി. ഞങ്ങൾക്ക് ഇന്ത്യയിലും നേപ്പാളിലും ഒക്കെ യൗവനക്കാരുടെ ഇടയിൽ മിനിസ്റ്റർ ചെയ്യാൻ ദൈവം സഹായിച്ചു. പക്ഷെ അതേസമയം തന്നെ ഇപ്പോഴും അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പഞ്ചാബ്, ജമ്മു കാശ്മീർ, ചണ്ഡീഗഡിന്റെ യൂത്ത് ഡയറക്ടറായിട്ട് മിനിസ്റ്റർ ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മളെ വിളിച്ച വിളിക്കനുസരിച്ച് ദൈവം ഉപയോഗിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും ജീവിക്കുന്നുവെന്നും നമ്മളെ വിളിച്ച വിളിക്കനുസരണമായി ദൈവം നമ്മളെ ഉപയോഗിക്കും എന്നും ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ ദൈവം സഹായിക്കുന്നു. ഞാനൊരു കോട്ട് കേട്ടിട്ടുണ്ട്, അവൈലബിലിറ്റി ഈസ് ദ ബെസ്റ്റ് എബിലിറ്റി. നമ്മുടെ കഴിവിനേക്കാളും നമ്മുടെ അറിവിനേക്കാളും ഒക്കെ വലുത് നമ്മൾ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അവൈലബിൾ ആണ് എങ്കിൽ ദൈവം നമ്മളെ ശക്തമായി ഉപയോഗിക്കും. കൂടുതലായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ പഞ്ചാബിലെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇവിടെ
പുതിയ ഏതാണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് 6 ബ്രാഞ്ച് ചർച്ചസ് ആണ് പുതിയ ഗ്രാമങ്ങളിൽ സുവിശേഷീകരിക്കുവാൻ. അനേകരോട് അനേക സഭകൾ സ്ഥാപിക്കുവാൻ ഇനിയും ദൈവം സഹായിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയും നേരം ഈ സാക്ഷ്യം കേട്ടെ ഓരോരുത്തരെയും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുപ്പാദപീഠത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരോമ ടിവിക്കായി സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ആശ്വാസമായി, അനേകരുടെ കണ്ണീരൊപ്പുന്ന ഒരു ശുശ്രൂഷയായി ഇത് മാറ്റണമേ. അനേകരുടെ മിനിസ്ട്രിയിൽ കൂടുതലായി അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകട്ടപ്പ. പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കേട്ട ഓരോരുത്തരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടണം. പ്രാർത്ഥനയെ അതിനെ കേട്ട് സ്തുതിക്കുന്നു. യേശുവിൻ നാം ചോദിക്കപ്പെടുത്തണമേ. ആമേൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഫിന്നി ജോർജ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ദൈവദാസന്റെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതായ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ബാല്യകാലം, തുടർന്നുള്ള കാലയളവിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ നല്ല യൗവനം, വടക്കേ ഇന്ത്യയിൽ ഒരു മിഷണറി ദൗത്യത്തിലേക്ക് കടന്നു വന്ന് ഇന്നും പഞ്ചാബിൽ തുടർന്ന് കർത്തൃ ശുശ്രൂഷയിലായിരിക്കാൻ, അതുപോലെ ദൈവമാക്കി വെച്ചിരിക്കുന്ന പല ആത്മീയ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് അത് ഭംഗിയായി നിർവഹിക്കാനൊക്കെ ദൈവദാസനെ കുടുംബമായി ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസ്സോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് സാക്ഷ്യം അരോമ TV പ്രേക്ഷകർക്ക് പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും പങ്കുകൊള്ളാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.